നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്തർപ്രദേശിലെ ദിയോബന്ദ് മദ്രസ. ഇപ്പോൾ യു പി സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനെന്ന വിധം ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതങ്ങനെ തടസ്സപ്പെടുത്താനൊന്നുമല്ല. ഈ മദ്രസ ദിയോബന്ധല്ല, ഉത്തർപ്രദേശല്ല, എവിടെ നടന്നാലും ദേശത്തിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ദേശത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണമല്ലോ നടക്കാൻ. അത് ഈ ദിയോബന്ദ് മദ്രസ എന്താണ് നിയമവിരുദ്ധമായി ചെയ്തത്? അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ തന്നെ ഓൺലൈനിൽ അവരൊരു ഫത്വ ശാസനം, അതെ, ഫത്വ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിലക്ക് എന്നൊക്കെ പറയാവുന്ന സംഭവമാണത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ അധിനിവേശം മുമ്പ് നടന്നായിക്കൊള്ളട്ടെ, ഇനി നടക്കാൻ ഭാവി അധിനിവേശങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം അധിനിവേശം ഇത് ശരിയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കരുത്. ആ അധിനിവേശം ശരിയാണ്. ആ അധിനിവേശത്തിൽ ആരെങ്കിലും പങ്കെടുത്ത് കൊല്ലപ്പെട്ടാൽ ആ ആൾ സ്വർഗത്തിൽ പോവും, അദ്ദേഹം വിശുദ്ധനാവും, രക്തസാക്ഷിയൊക്കെ ആവും. സ്വർഗത്തിൽ അതായത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ പരോക്ഷമായി ശരിവെക്കുകയും സ്വർഗം കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത് പോലെയാണല്ലോ ഇത്. അതെ, അങ്ങനെ ഒരു ഫത്വ അവർ ഇറക്കിയിട്ടുണ്ട്. അത് ഈ അടുത്തിടയ്ക്കോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയതാണത്. ഇത് നമ്മുടെ ഒരു മാധ്യമത്തിലും കണ്ടില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കില്ലല്ലോ. ഇത് ശരിക്കും മറ്റേ വടക്കേ ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള മാധ്യമങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് ശരി. അപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം പറയുന്നത് നമ്മളായിരിക്കും. അതായിരിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ ഈ ഇന്ത്യയുടെ അധിനിവേശം എന്ന് പറയുന്നത് ഹാദിത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഖുർആൻ ഹദീസുകളിൽ അത് തന്നെ ഖുർആനിന് ശേഷമുള്ള വ്യാഖ്യാനങ്ങളാണ് ഇന്ത്യയെ കീഴടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അത് പറയുന്നത്. അധിനിവേശത്തിന് ഗസ്വ ഇ ഹിന്ദ്. ഹിന്ദ്. അതെ. അപ്പൊ ഞാൻ ഈ അറബി വാക്കുകൾ പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയായതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുമ്പോഴും ചില വാക്കുകൾ ശരിയാകണമെന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ നോക്കിയിട്ടൊക്കെയാണ് ഇത് മനസ്സിലാക്കിയത്. ഗസ്വ ഇ ഹിന്ദ് അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആജ്ഞയാണ്. ഇന്ത്യ കീഴടക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ NCPR, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, മദ്രസയിൽ കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബാലാവകാശ സംരക്ഷണത്തിനുള്ള കേന്ദ്ര കമ്മീഷൻ NCPR ഇപ്പോൾ സഹറാൻപൂരിലാണ് ഈ ദിയോബന്ദ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് സൂപ്രണ്ടിനും SP-ക്കും ഇതൊരു കേസെടുത്ത് FIR ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവ് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈനിൽ കാണുന്ന അവരുടെ ഭാഷയിലാണല്ലോ, അവർക്കല്ലേ മനസ്സിലാവുള്ളൂ, നാട്ടുകാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് NCPR. ഫനാറ്റിസിസമാണ്, മതഭ്രാന്ത്. പിന്നെ ഇത് ഇന്ത്യ വിരുദ്ധ ഫത്വയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അവർ പറയുന്നത് ഇത് അവരുടെ സ്ക്രിപ്റ്റേഴ്സിൽ, അവരുടെ ഹാദിത്തുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അവരത് പറയാനുള്ള കാര്യം അവരോട് ആരോ ചോദിച്ചു. ചോദ്യമായിട്ട് ഇത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലരോട് ചിലത് പണ്ട് ചിന്താവാരികളൊക്കെ. അതെ. അപ്പൊ അദ്ദേഹം ഈ ചോദ്യത്തിനായിരിക്കില്ല ഉത്തരം, ചോദ്യത്തിലുള്ളത് ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം വേറെ കാര്യം. ചോദ്യം ഉത്തരവും ചിലപ്പോൾ ഒരാൾ തന്നെ എഴുതും, അതും എഴുതും, അങ്ങനെയും വരും. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹാദിത്തിൽ ഇന്ത്യൻ അധിനിവേശം ഉണ്ടോ? മനുസ്മൃതിയിൽ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഹാദിത്തിൽ ഇന്ത്യൻ അധിനിവേശം പരാമർശിക്കുന്നുണ്ടോ? അതിൽ പങ്കെടുത്തവര് മഹാരക്തസാക്ഷികൾ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അതില് ഖാസി
ഗാസി എന്ന് ഗാസി സ്വർഗത്തിൽ പോകുമോ? ഗാസി എന്ന് പറഞ്ഞാൽ പോരാളി. ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് സഹാസിദയുടെ സുനൽ അൽ തസരി എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ ഇമാം അൽ നസായി പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൽ ഗസ്വ അൽ ഹിന്ദ്, അതായത് അധിനിവേശം, ഇന്ത്യൻ അധിനിവേശം എന്നൊരു അധ്യായം തന്നെയുണ്ട്. ചില്ലറക്കാരിയല്ല. ആ അധ്യായത്തിൽ ഹസ്രത്ത് അബു ഹുറൈറയുടെ ഹദിത്ത് ആണ് പരാമർശിക്കുന്നത് ഇന്ത്യൻ അധിനിവേശം സംബന്ധിച്ച. അതിൽ പറയുകയാണ്, അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, നാം ഇന്ത്യ കീഴടക്കും, ഞാൻ ജീവൻ ത്യജിക്കും, ഇന്ത്യ കീഴടക്കാൻ വേണ്ടി, സ്വത്തും അതിനുവേണ്ടി സ്വത്തും ത്യജിക്കും, ഞാൻ കൊല്ലപ്പെട്ടാൽ മഹാനായ രക്തസാക്ഷിയാകും, അതിൽ നിന്ന് തിരിച്ചു വന്നാൽ ഞാൻ അഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനായിരിക്കും. അപ്പോൾ ഇത് ദിയോബന്ദിൽ തന്നെയുള്ള മുക്തർ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ പ്രസാധക കമ്പനി ഈ ഖാദിത്തടങ്ങിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ 2ാം വാല്യം പേജ് 63. ഈ ഭാഗമാണ് ഫത്വയായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ ഉറുദു ഫത്വ ആണ്, അത് ഓൺലൈനിലുണ്ട്. അപ്പോൾ ഈ ഫത്വ ഈ മദ്രസയിൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്, മദ്രസയിലെ കുട്ടികൾക്ക് ഇത്തരം ഫത്വ കൊടുക്കുന്നത് അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കും എന്ന് NCPR പറഞ്ഞിട്ടുണ്ട്. നമ്മളല്ല, NCPR ഈ SP-ക്കും ജില്ലാ മജിസ്ട്രേറ്റിനും കൊടുത്തിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടാവും. മാത്രമോ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് വിരുദ്ധമാണ് ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈനിലെ ഫത്വ കണ്ടിട്ട് ഈ NCPR സുവോ മോട്ടോ തന്നെത്താനെയാണ് കേസെടുത്തത്. ഇത് അവർ പല കാര്യങ്ങളും അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ആ കേസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പിന്നെ ദേശവിരുദ്ധമാണ്, കുട്ടികൾക്ക് എതിരായിട്ടുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇത് നിയമപ്രകാരം നിലവിൽ വന്ന ഒരു സർക്കാരിനെതിരാണ് ഇങ്ങനെയൊക്കെ ഫത്വ ഇറക്കുന്നത്. അങ്ങനെ നിയമപ്രകാരം വന്നിട്ടുള്ള ഒരു ഭരണകൂടത്തിനെതിരെ ഇത്തരം വിമർശനങ്ങൾ പാടില്ല, അധിനിവേശമാകാം എന്നൊന്നും പറഞ്ഞുകൂടാ. ഇതിനു മുമ്പ് ഈ ദിയോബന്ദ് മദ്രസ ഇതുപോലെ ദേശവിരുദ്ധമായ 2 ഫത്വകൾ അടുത്ത കാലത്ത് തന്നെ ഇറക്കിയെന്ന് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2022 ജനുവരിയിലും 2023 ജൂലൈയിലും. ഇതൊരു വല്ലാത്ത, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത്ര ഭീകരമാണ് ഇത്, എന്തായാലും തുടർന്നുകൂടല്ലോ. ദേശവിരുദ്ധ പ്രവൃത്തിയാണ് ഇത്. ഹദിത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ദേശവിരുദ്ധ പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? അതൊരു പ്രധാനമായ ചോദ്യം ഇതാണ്. UP-യിൽ പോലീസ് നടപടി തുടങ്ങുമായിരിക്കും, ആ നടപടികളിലേക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ ഇത് ഈ പറഞ്ഞ മദ്രസയില് റെയ്ഡോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോഴേക്കും ഇരവാദം ഉയരും. അപ്പോൾ ഇരവാദം ഉയരും. അതിനാണ് നമ്മൾ കപടമതേതരത്വം എന്ന് പറയുന്നത്. അതിന് ജയ് വിളിക്കുന്ന കാലാവസ്ഥയാണ് കേരളത്തിൽ. അല്ല, ഭാഗ്യവശാൽ കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇനി അറിയാൻ പോകുന്നത് ഈ പോലീസ് ആക്ഷൻ ഉണ്ടായി, FIR ഇട്ട് ഒരു പക്ഷേ ഈ മദ്രസ പൂട്ടാനോ ഒക്കെ പറയുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം മതേതരത്വം ഒക്കെ തകർന്ന് അത് പറയുമ്പോൾ എനിക്ക് വേറൊന്നും ചോദിക്കാനുണ്ട്. അപ്പോൾ സന്ദേശ് ഖാലി ഇപ്പോൾ കേരളം ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അറിയുന്നുണ്ട്. നമ്മളാണ് മലയാളത്തിൽ ആദ്യമായി ഇത് പറഞ്ഞത്. ഇപ്പോൾ പതുക്കെ നമ്മളന്ന് പറഞ്ഞു, നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞു, ഈ പത്രങ്ങളുടെയും ചാനലുകളുടെയൊക്കെ വരിക്കാർ ഈ നാട്ടിൽ ഒരുപാട് ഹിന്ദുക്കളും വരിയടയ്ക്കുന്നുണ്ട്, അവരുടെ ചോദ്യങ്ങൾ ഉയരണം എന്ന് പറഞ്ഞപ്പോൾ പലരും പല ചാനൽ ഓഫീസിലൊക്കെ വിളിച്ചു ചോദിച്ചു. ഇന്ന് മുതൽ ഏഷ്യാനെറ്റ് അത് വാർത്ത കാണിക്കുന്നുണ്ട്.
അതിനും മറ്റൊന്നുകൂടി ഉണ്ട്. നമ്മുടെ വാർത്ത നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമല്ല, പ്രധാനമന്ത്രി സന്ദേശ് ഖാലി 6-ാം തീയതി സന്ദർശിക്കും തീരുമാനിച്ചു. അന്ന് നമ്മുടെ ഒരു ചർച്ച അവസാനിപ്പിച്ച് ഹിന്ദു സ്ത്രീകളുടെ നിലവിളി ഇങ്ങനെ വരുമ്പോൾ ഹിന്ദു ഹൃദയ സമ്രാട്ടുകൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ എവിടെ എന്ന് ചോദിച്ചാണ് ഒരു ചർച്ച നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഹിന്ദു ഹൃദയ സമ്രാട്ട് വരുന്നുണ്ട് എന്നൊരു സന്ദേശം കൂടി സന്ദേശ് ഖാലിയിലുണ്ട്. ആ സുന്ദർബൻ മേഖലയിലെ ഈ ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 6-ാം തീയതി പോവുകയാണ്. 3 ദിവസം പ്രധാനമന്ത്രി ബംഗാളിലുണ്ടാവും. സന്ദേശ് ഖാലിയിലെ ഒരു വീട്ടമ്മ 13 വയസ്സുള്ള കുഞ്ഞിന്റെ അത് സുല്ലു വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഒരു ചർച്ച തുടങ്ങിയ ആ അമ്മയുടെ രോദനവും പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ മകൾക്ക് 13 വയസ്സേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും കൂടി ബലാത്സംഗം ചെയ്താൽ അവൾ മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായി ചെയ്യൂ. എന്തൊരു വിലാപമാണ്. അതാണ് ആ വിലാപം. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേട്ടിട്ടുണ്ട്. ഈ ശാപങ്ങളെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? വോട്ടാണ് പ്രധാനം. കഷ്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.